ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾഡ് ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ എസ്പ്രസോ എന്ന വാഹനത്തിന്റെ ഒരു കംപ്ലൈന്റ് ആണ്. ഈ വാഹനത്തിന്റെ കസ്റ്റമറുടെ കംപ്ലൈന്റ് ഇത് പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന വാഹനം മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള വാഹനമല്ല, AMT ആണ്. അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള വാഹനമാണ്. ഇതിന്റെ ഗിയർ സിസ്റ്റം എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് സ്പീഡിനനുസരിച്ച് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലൈന്റ്. അതോടൊപ്പം പിന്നെ മീറ്ററിൽ കുറച്ച് വാർണിംഗ് ലാമ്പുകളും കത്തുന്നുണ്ട്. ML ലാമ്പ്, ബാറ്ററി വാർണിംഗ് ലാമ്പ്, അങ്ങനെ കുറച്ച് ലൈറ്റുകളും കത്തുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിന്റെ ഗിയർ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതെന്നും ഈ വാർണിംഗ് ലാമ്പ് എന്തിൻ്റെ എല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലെ പുതിയ ഡയഗ്നോസിക് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ എസ്പ്രസോ എന്ന് പറയുന്ന വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് വീഴുന്നില്ല എന്നുള്ളതും മീറ്ററിൽ 2-3 വാർണിംഗ് ലാമ്പ് വന്ന് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ വാർണിംഗ് ലാമ്പാണെന്നും എന്തുകൊണ്ടാണ് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കാത്തതെന്നുള്ളതാണ് നമ്മൾ ഈ വാഹനത്തിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തൊക്കെ വാർണിംഗ് ലാമ്പ് ഉണ്ടെന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇഗ്നേഷൻ ഒന്ന് ഓൺ ചെയ്ത് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഇഗ്നേഷൻ ഓൺ ചെയ്യുകയാണ്, വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധിക്കാൻ നേരത്ത് ബാറ്ററിയുടെ വാർണിംഗ് ലാമ്പ് ഇപ്പോൾ തെളിഞ്ഞു വന്നു. ബാറ്ററി വാർണിംഗ് ലാമ്പ് കത്തിക്കിടക്കുന്നുണ്ട്. ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലാമ്പാണ്. ഹാൻഡ് ബ്രേക്ക് മാറ്റുമ്പോൾ അത് പോകുന്നുണ്ട്. അതല്ലാതെ MA ലാമ്പ്, ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തുന്നതായിട്ട് കസ്റ്റമർ പറയുന്നുണ്ട്. ഒരു സൂര്യൻ്റെ പോലെയുള്ളൊരു പടം കത്തുന്നതായിട്ടും പറയുന്നുണ്ട്. അതായത് നമ്മുടെ AMTയുടെ വാർണിംഗ് ലാമ്പാണ് ഈ സൂര്യൻ പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററി വാർണിംഗ് ലാമ്പും MA ലാമ്പും പിന്നെ നമ്മുടെ AMTയുടെ വാർണിംഗ് ലാമ്പുമാണ് ഈ വാഹനത്തിന് നിലവിൽ കത്തുന്നതായിട്ട് കസ്റ്റമർ പറഞ്ഞത്. നമുക്കൊന്ന് ഗിയർ ഷിഫ്റ്റിങ്ങും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ റിവേഴ്സിലേക്ക് ഇട്ടു. റിവേഴ്സിലേക്ക് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ന്യൂട്രലിലേക്ക് മാറ്റി, ന്യൂട്രലിലോട്ട് വീഴുന്നുണ്ട്. ഡ്രൈവ് മോഡിലോട്ട് മാറ്റി, ഓട്ടോമാറ്റിക് ഡ്രൈവ് മോഡിലോട്ടാണ്. അതിൽ ഫസ്റ്റ് ഗിയർ ഡ്രൈവ് മോഡിലോട്ട് വന്നിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ന്യൂട്രലിലോട്ടാക്കി. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇടുമ്പോൾ എല്ലാ രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വാഹനം ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പുറത്തോട്ടൊന്ന് ഇറക്കി. ഇപ്പോൾ നിങ്ങൾ ഒന്നെന്നുള്ളത് മിന്നുന്നത് കാണുന്നുണ്ടാവും. അതായത് ഫസ്റ്റ് ഗിയറിൽ കിടന്ന് ഇപ്പോൾ ലോക്കായിട്ട് അതിൽ തന്നെ പോകുന്ന രീതിയിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ MA ലാമ്പും കത്തിയിട്ടുണ്ട്, ബാറ്ററി വാർണിംഗ് ലാമ്പും കത്തിയിട്ടുണ്ട്, നമ്മുടെ AMTയുടെ വാർണിംഗ് ലാമ്പും കത്തിക്കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഗിയർ ഇട്ട് വണ്ടി മൂവ് ചെയ്യിക്കാൻ നേരത്ത് ഫസ്റ്റ് ഗിയറിൽ സ്റ്റക്കായി പോയതാണ്. കണ്ടത്, നമ്മളിപ്പോൾ ഡ്രൈവ് മോഡ് ഇട്ടാലും ന്യൂട്രലിലോട്ട് ഇട്ടാലും ഒന്നും ഈ ഫസ്റ്റ് ഗിയറിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ബ്രേക്ക് ഔട്ടിട്ട് തന്നെയാണ് മാറ്റുന്നത്, പക്ഷേ അത് മാറും. നമ്മളിപ്പോൾ റിവേഴ്സിലാണ് ഇട്ടിരിക്കുന്നത്, റിവേഴ്സിലോട്ടൊന്നും പോകുന്നില്ല. ഇങ്ങനെ കുറേ നേരം സ്റ്റക്ക് ചെയ്ത് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടുമ്പോൾ ന്യൂട്രലിലോട്ട് വീഴും. അത് കഴിഞ്ഞ് നോർമലായിട്ട് ഗിയർ വർക്ക് ചെയ്യണ പോലെ വർക്ക് ചെയ്യും. പിന്നെ അടുത്ത കംപ്ലയിൻറ്റ് വരും വീണ്ടും. ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ ഡാറ്റയാണ്. നമ്മൾ അധികം ഒന്നും ഓടിച്ചില്ല, ഉള്ളിൽ തന്നെയാണ് ഓടിച്ചത്, ബ്രേക്ക് ഡൗൺ ആവണമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 4 വീലിൻ്റെയും സെൻസർ കാണാം. അതുപോലെ വെഹിക്കിൾ സ്പീഡും അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ ഒരു ഔട്ട്പുട്ട് ഷാഫ്റ്റ് റെവല്യൂഷൻ 0 RPM ഒന്ന് കണ്ടിട്ടുണ്ടാവും. അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ABS ഉള്ള വണ്ടി ആയതുകൊണ്ട് ഇതിന് 4 വീൽ സ്പീഡ് സെൻസർ സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഓരോ വീലിനും ഓരോ വീൽ സ്പീഡ് സെൻസർ വെച്ചിട്ട് ഇതിലുണ്ടാവും. അതുപോലെ മുകളിൽ വെഹിക്കിൾ സ്പീഡ് കാണിക്കുന്നത് ഈ 4 വീലിൻ്റെയും ഒരു ആവറേജ് വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. അതിൻ്റെ വാല്യൂ ആണ് വെഹിക്കിൾ സ്പീഡായിട്ട് എടുക്കുന്നത്. പിന്നെ ഇൻപുട്ട് ഷാഫ്റ്റ് റെവല്യൂഷൻ എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അത് ഗിയർ ബോക്സിലേക്ക് കിട്ടുന്നത്, അത് എഞ്ചിനിൽ നിന്നും ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റിലേക്ക് കിട്ടുന്ന RPM ആണത്. അതുപോലെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് റെവല്യൂഷനാണ് ഗിയർ ബോക്സിൽ നിന്നും വീലിലേക്ക് കൊടുക്കാൻ വേണ്ടി ഗിയർ ബോക്സിൽ നിന്ന് ഔട്ട് വരുന്ന സ്പീഡാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ നോക്കുമ്പോഴേക്കും വാഹനം ഓടുന്നുണ്ട്, നിങ്ങൾ 12 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇൻപുട്ട് ഷാഫ്റ്റ് 1400 കാണിക്കുന്നുണ്ട്. പക്ഷേ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ വാല്യൂ 0 RPM കിടക്കുന്നത്. അതായത് ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ വാല്യൂ നമ്മൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ സ്പീഡിൽ പോകുമ്പോഴും അതിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് റെവല്യൂഷൻ കാണിക്കുന്നില്ല. ഗിയർ ബോക്സിൻ്റെ ഔട്ട് ഡ്രൈവിൻ്റെ
RPM നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. കാര്യം ആ സെൻസർ അത് റീഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഔട്ട്പുട്ട് സ്പീഡ് സെൻസറും ഇൻപുട്ട് സ്പീഡ് സെൻസറും ഉണ്ട് AMD വാഹനങ്ങൾക്ക്. അപ്പോൾ ഇൻപുട്ട് സ്പീഡ് സെൻസറിൻ്റെ വാല്യൂ ആണ് ഇൻപുട്ട് ഷാഫ്റ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ആ ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ ഇത് കിട്ടിയിട്ട് നമ്മൾ ഏത് ഗിയറാണോ ഇടുന്നത് അതിനനുസരിച്ചിട്ട് ഗിയർ ബോക്സിൽ നിന്ന് ഔട്ട് കിട്ടുന്നതിൻ്റെ RPM ആണ് ഔട്ട്പുട്ട് ഷാഫ്റ്റ് റെവല്യൂഷനായിട്ട് കാണിക്കേണ്ടത്. അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഔട്ട്പുട്ട് സ്പീഡ് സെൻസർ അവിടെ ഉണ്ട്. അപ്പോൾ ഈ സെൻസറിൽ നിന്നുള്ള വാല്യൂ നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ കാണിക്കുന്നില്ല. 0 RPM എന്നുള്ള വാല്യൂ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് സ്പീഡ് എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ AMD സിസ്റ്റത്തിന്, അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷന് അടുത്ത ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് സ്പീഡിൻ്റെ RPM അറിയാൻ പറ്റാത്തത് കാരണം AMD പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റിങ് ചെയ്തു തരില്ല. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ഗിയർ പ്രോപ്പറായിട്ട് വീഴാത്തതിൻ്റെ റീസൺ. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് ഷാഫ്റ്റ് റെവല്യൂഷന് എന്താണ് കാണിക്കാത്തതെന്നുള്ളത്, അതിൻ്റെ സെൻസറും അതിൻ്റെ കണക്ഷൻസോ അങ്ങനെ വല്ലതും കംപ്ലൈൻ്റ് ആണോ എന്നുള്ളത് അത് പരിശോധിച്ച് നോക്കണം. അപ്പോൾ നമുക്കിനി DTC ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആ DTC ചെക്ക് ചെയ്യുമ്പോഴേക്കും എഞ്ചിനിലൊരു കറണ്ട് കോഡും TCM, അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂൾ, അതിലൊരു ഹിസ്റ്ററി കോഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ DTC നമ്മൾ എടുത്ത് നോക്കണതാണ്. അപ്പോൾ എഞ്ചിനിൽ U2001 അതിൽ ലിങ്ക് കമ്മ്യൂണിക്കേഷൻ വിത്ത് ജനറേറ്റർ, അത് നമ്മുടെ ഓൾട്ടർനേറ്ററിലോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ടല്ല, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലോസ്റ്റ് ആണെന്നാണ് കാണിക്കുന്നത്. പഴയ പോലെ നമ്മുടെ വയർ വഴി ലൈറ്റ് കത്തിക്കുന്ന പരിപാടിയല്ല, ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈനാണ് ഓൾട്ടർനേറ്ററിലോട്ട് പോകുന്നത്. അപ്പോൾ അത് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ TCMൽ P0720 ഔട്ട്പുട്ട് സ്പീഡ് സെൻസർ സർക്യൂട്ട്, അത് ഹിസ്റ്ററിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് സ്പീഡ് സെൻസറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ടത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് പോലെ തോന്നുന്നതുകൊണ്ടാണ് ഈ ഹിസ്റ്ററിയിലോട്ട് വരുന്നത്. വണ്ടി ഓടുമ്പോൾ വീണ്ടും അത് കറണ്ടിൽ വരും. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വാഹനം സ്റ്റാർട്ട് ആയപ്പോഴേക്കും MIL ലാമ്പ് ഉണ്ടായി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ബാറ്ററി വാർണിംഗ് ലാമ്പും വന്നു. നമുക്കൊന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും പ്രോപ്പറായിട്ട് തന്നെ എല്ലാ ഗിയറിലോട്ടും റിവേഴ്സും ഡ്രൈവ് മോഡ് ന്യൂട്രലും ഒക്കെ വീഴുന്നുണ്ട്. പക്ഷേ ഇത് ചില സമയത്ത് കംപ്ലൈൻ്റ് ആവും. അതുപോലെ ഗിയറിൽ സ്റ്റക്കായി പോവും. സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ വാഹനം ഓഫായി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഗിയർ കാണിച്ചിട്ട് വാഹനം സ്റ്റാർട്ടാകാത്ത രീതിയിൽ നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്യൂ. അപ്പോൾ നമുക്കിനി DTC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ നമ്മൾ എഞ്ചിൻ റൂമിൽ വന്നിട്ടുണ്ട്. എഞ്ചിൻ റൂമിൽ ഈ കാണുന്നതാണ് നമ്മുടെ ANTയുടെ യൂണിറ്റ്. ഇത് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ മുകളിലായിട്ട് ആ കേബിൾ ഷിഫ്റ്റിങ് വന്നതിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. അതായത് നോർമൽ ഗിയർ ബോക്സിൽ കേബിൾ ഷിഫ്റ്റിങ്ങിൻ്റെ സംവിധാനം മാറ്റി അവിടെ ഒരു മോട്ടറൈസ്ഡ് സിസ്റ്റം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സിസ്റ്റം വെച്ച് ക്ലച്ച് എൻഗേജും ഡിസെൻഗേജും ചെയ്യും. അതുപോലെ തന്നെ സ്പീഡിനനുസരിച്ചിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും നടത്തുന്നത്. ഇത് ABS ഉള്ള വാഹനമാണ്. ഈ കാണുന്നതാണ് ABS യൂണിറ്റ്. പുതിയതായിട്ടുള്ള ABS ഉള്ള വാഹനങ്ങൾക്കൊന്നും VSS സെൻസർ വരാറില്ല, അതായത് വെഹിക്കിൾ സ്പീഡ് സെൻസർ. അതിന് പകരം 4 വീലിൽ നിന്നുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് വെഹിക്കിൾ സ്പീഡ് കാണിക്കുന്നത്. പക്ഷേ AMD ഉള്ള വാഹനങ്ങളിൽ ഗിയർ ബോക്സിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ റെവല്യൂഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ VSS സെൻസർ നോർമലായിട്ട് വെഹിക്കിൾ സ്പീഡ് റീഡ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ റെവല്യൂഷൻ എടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം ഇത് ഔട്ട്പുട്ട് സ്പീഡ് സെൻസർ എന്നുള്ള പേരിലാണ് ഇതിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ ഈ ഇടയിൽ കൂടി കാണുന്ന അവിടെയാണ് ആ സെൻസർ ഇരിക്കുന്നത്. ഈ 2 ഹോസിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ താഴത്ത് ഗിയർ ബോക്സിലൊരു കപ്ലർ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ വെഹിക്കിൾ സ്പീഡ് സെൻസറോ അഥവാ ഔട്ട്പുട്ട് സ്പീഡ് സെൻസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ സെൻസറിൽ നിന്നുള്ള ഡാറ്റയാണ്. ഇൻപുട്ട് സ്പീഡ് സെൻസർ വേറെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ വണ്ടി പൊക്കുമ്പോഴേക്കും കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, അതിൽ ഒരു വയർ ബ്രേക്കായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ടാവും. ഇതായിരിക്കാം നമുക്ക് ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ വാല്യൂ കാണിക്കാത്തത്. ഈ വയർ പൊട്ടിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് പൊട്ടിയെന്ന് നോക്കണം. അതുപോലെ നമ്മൾ നോക്കുമ്പോഴേക്കും മൊത്തത്തിൽ വയറിങ്ങിൽ എന്തോ കടിച്ചു പറിച്ച പോലത്തെ ഒരവസ്ഥ കാണുന്നുണ്ട്. ഓൾട്ടർനേറ്ററിൽ നിന്നുള്ള വയറാണെന്ന് തോന്നുന്നു ഈ നീല, അതും പൊട്ടി നിൽക്കണമായിട്ട് കാണാൻ, ചെമ്പ് കമ്പിയൊക്കെ വലിഞ്ഞ് നിൽക്കണമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തോ എനിക്ക് തോന്നുന്നു പട്ടി കടിക്കുകയോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ കടിച്ച് പറിച്ചിട്ട് വയറ് പൊട്ടിപ്പോയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഏതാണെങ്കിലും ഈ സെൻസറിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും നോക്കാം. അത് പൊട്ടിപ്പോയതാണെങ്കിൽ അത് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ജനറേറ്ററിൻ്റെ ഓൾട്ടർനേറ്ററിൽ നിന്നുള്ള കണക്ഷനും നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വാഹനം പൊക്കിയിട്ട് അതിൻ്റെ അടിഭാഗം വെച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇൻപുട്ട് സ്പീഡ് സെൻസറും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വാഹനം ഒന്ന് പൊക്കി നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ഓൾട്ടർനേറ്റർ. ഇത് നമ്മൾ മേളിൽ നിന്നുള്ള വ്യൂ ആണ്.
ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ മെയിൻ ടെർമിനലാണ് ഒരു കപ്പ് ഇട്ട് പിടിപ്പിച്ചേക്കുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു കപ്ലർ ഉണ്ടാകും. ആ കപ്ലറിൽ നിന്നുള്ള വയറായിരിക്കും ആ പൊട്ടിപ്പോയിരിക്കുന്നത്. ആ കപ്ലറിൽ നിന്നുള്ള വയറാണ് ലിങ്ക് കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നത്. അത് പൊട്ടിപ്പോൾ നമുക്ക് ഈ എയർ ഫിൽറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ ഒന്നും കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും വയറ് ഓൾട്ടർനേറ്ററിൽ നിന്നും പൊട്ടി നിൽക്കുന്നതാണ്. ഓൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന വയറ് തന്നെയാണ് ആ പൊട്ടിപ്പോയിരിക്കുന്നത്. അതുപോലെ വേറെ 2-3 വയറുകളിലും ചെറിയൊരു അതിൻ്റെ ഇൻസുലേഷൻ പോയതുപോലെയൊക്കെ നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് വാഹനം പൊക്കിയിട്ട് വാഹനത്തിൻ്റെ അടിയിൽ നിന്നും ഈ പൊട്ടിപ്പോയക്കണ വയറും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്യാം. നമ്മുടെ ഔട്ട്പുട്ട് സ്പീഡ് സെൻസറിൻ്റെ കപ്ലറിൻ്റെ കണക്ഷൻസും നമുക്ക് അതുവഴി ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി വാഹനം പൊക്കിയിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പരിശോധിക്കാം. കാണുന്നുണ്ടാവും, നിങ്ങൾ സെൻസർ കാണുന്നുണ്ടാവും. ഓക്കെ, വയർ കണ്ടോ? വയറിലെന്തോ കടിച്ച് ഇൻസുലേഷൻ്റെ ആ സ്ലീവൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കറക്റ്റ് ചെയ്യണം. അതുപോലെ വേറെ ഏതെങ്കിലും വയർ ഉള്ളിൽ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണെങ്കിലും വാഹനം ഒന്ന് പൊക്കി അതിൻ്റെ അടിഭാഗത്ത് കണക്ഷൻസ് പരിശോധിക്കാം. അപ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലൊക്കെ നമ്മൾ വിടിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഗിയർ ബോക്സിൻ്റെ അടിയിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻപുട്ട് സ്പീഡ് സെൻസർ. ഡ്രൈവ് ഷാഫ്റ്റ് എന്നതിൻ്റെ മുകളിലായിട്ടാണ് ഇത് വരുന്നത്. ഇൻപുട്ട് സ്പീഡ് സെൻസറാണ്, AMTക്ക് വേണ്ടിയുള്ളതാണിത്. സാധാരണ നോർമലി ഈ സെലേറിയോ അങ്ങനെ വണ്ടികൾക്ക് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ബാക്ക് സൈഡിൽ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് വേറെ 2 ടൈപ്പ് AMT ഉണ്ട്. ഇത് രണ്ടാമത്തെ ടൈപ്പാണ്, ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. അതുപോലെ ഈ കാണുന്നതാണ് നമ്മുടെ വെഹിക്കിൾ സ്പീഡ് സെൻസർ അഥവാ ഔട്ട്പുട്ട് സ്പീഡ് സെൻസറായിട്ട് യൂസ് ചെയ്യുന്നത്. നോർമൽ VSS സെൻസർ തന്നെയാണ് ഇതിൻ്റെ പരിപാടിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൾട്ടർനേറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ അവിടെയും വയർ പൊട്ടിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമുക്ക് ഇനി സെൻസറിൻ്റെ കണക്ഷൻസും ഓൾട്ടർനേറ്ററിൻ്റെ കണക്ഷൻ അതുപോലെ കുറച്ച് സ്റ്റാർട്ടറിലോട്ട് പോയേക്കണ വയറിൻ്റെ ഇൻസുലേഷനൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ള സ്ലീവ് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലീവ് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും വയർ കട്ടായിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് പരിശോധിക്കണം. അതുപോലെ കട്ടായി പോയ കണക്ഷൻസുകളും ശരിയാക്കാം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്പീഡ് സെൻസറിൻ്റെ സോക്കറ്റ്. അതിൽ ഒരു വയർ കട്ടായി പോയിട്ടുണ്ട്. നടുക്കുള്ള ബ്ലാക്ക് കളർ വയർ ജസ്റ്റ് കട്ടാവും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സെൻസർ, VSS സെൻസർ അഥവാ ഔട്ട്പുട്ട് സ്പീഡ് സെൻസർ. ഇത് ഓൾട്ടർനേറ്ററിൻ്റെ വയറിൻ്റെ കപ്ലറാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കട്ടിങ് കൂടി ഉണ്ടായിരുന്നു, വലിച്ചപ്പോൾ തന്നെ പൊട്ടി. അപ്പോൾ ഈ കപ്ലറിൻ്റെ കണക്ഷനും നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ആകെ ഒരു പിന്നേ ഉണ്ടാവുള്ളൂ. സാധാരണ ഓൾട്ടർനേറ്റർ 2 പിന്നൊക്കെ വരാറുണ്ട്, ഇതിന് ഒറ്റ പിന്നുള്ളൂ. ഈ കാണുന്ന ബ്ലൂ കളർ വയറാണ് ഓൾട്ടർനേറ്ററിലോട്ട് പോണത്. ഈ ബ്രൗൺ അത് സ്റ്റാർട്ടറിൻ്റെ സോളിനോഡിൻ്റെ ലൈനാണ്. അപ്പോൾ അതുമൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഈ സ്ലീവും റീസെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഓൾട്ടർനേറ്ററിൻ്റെ ഇടയിലൊരു സെൻസർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇത് നമ്മുടെ CKP സെൻസറാണ്, അത് ക്രാങ്ക് ആംഗിൾ സെൻസറാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷനും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുന്നൊന്ന് വെറുതെ നോക്കിയേക്കാം. അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വല്ല വയർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കറക്റ്റ് ചെയ്യണം. പിന്നെ ഒരു എർത്ത് വരുന്നുണ്ട് എൻജിൻ ബ്ലോക്കിലേക്ക്. അപ്പോൾ അതിനൊന്നും കംപ്ലയിൻറ്റ് നിലവിലൊന്നും കാണുന്നില്ല. നമുക്കിപ്പോൾ കണ്ട ആ പൊട്ടിയിരിക്കുന്ന വയറുകളെല്ലാം കറക്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഓൾട്ടർനേറ്റ് ജനറേറ്ററിലോട്ട് പോകുന്ന വയറാണ്. അതിൻ്റെ പിന്ന് നമുക്ക് ഇച്ചിരിയും കൂടി നീളമുള്ള വയർ ഇട്ടിട്ട് വേണം നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ പിന്നിൻ്റെ അവിടെ ഈ ബ്ലൂ കളർ വയർ കട്ടായേക്കണത് മാറ്റി നമുക്ക് ഇത്തിരിയും കൂടി ലെങ്ത് ആക്കാം. അപ്പോൾ നമ്മൾ പിന്ന് ഊരി എടുത്തിട്ടാണ് അതിൻ്റെ വയറെല്ലാം ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിൽ നിന്ന് ജോയിൻറ്റ് ചെയ്യണമെങ്കിൽ ജോയിൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ പിന്നിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഔട്ട്പുട്ട് സ്പീഡ് സെൻസറിൻ്റെ വയർ പൊട്ടിയ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വയർ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതിന് പകരമുള്ളതാണിത്. പിന്നെ അതുപോലെ ബ്ലാക്ക് വയർ പൊട്ടാൻ നിൽക്കുന്നുണ്ട്, അതിന് പകരം ഈ ബ്ലാക്ക് വയറും നമ്മൾ എടുക്കുന്നത്. ഈ പിന്നോട് കൂടി നമുക്ക് വേറെ സോക്കറ്റിൽ നമ്മൾ റിമൂവ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂ വയർ നമ്മൾ ലെങ്ത് ഉള്ളതാക്കിയിട്ടുണ്ട്. നമ്മുടെ ജനറേറ്ററിൻ്റെ ഒരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതിനിടാനായിട്ട്. ഇനി നമുക്ക് ഈ വെഹിക്കിൾ സ്പീഡ് സെൻസർ അതായത് ഔട്ട്പുട്ട് സെൻസറിൻ്റെ വയറും കറക്റ്റ് ചെയ്യണം. ഈ സ്ലീവുകൾ മാറ്റിയിട്ട് നമ്മൾ ഉള്ളിൽ പരിശോധിക്കുന്നുണ്ട്. ക്യാൻ കമ്മ്യൂണിക്കേഷൻ്റെ ആണ് ആ വെള്ളയും ചുമലയും വയർ പിരിഞ്ഞു പോയേക്കണതൊക്കെ. അതിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല. അതൊക്കെ ഡാമേജ് ആണെങ്കിൽ ഭയങ്കര ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഔട്ട്പുട്ട് സ്പീഡ് സെൻസറിൻ്റെ പിന്ന് പൊട്ടിയത് ഊരിയെടുത്തിട്ട് അതിന് പകരമായിട്ട് അതേ ലൊക്കേഷനിൽ തന്നെ നമ്മുടെ എടുത്ത ആ വയറും ആ പിന്നും കൂടിയുള്ള കണക്ഷൻ അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ കട്ടായി പോയേക്കണ വയറിലേക്ക് ജോയിൻറ്റ് ചെയ്ത് അതും ഇൻസുലേഷൻ ചെയ്ത് അത് റെഡിയാക്കി എടുക്കാം. അത് ബ്രൗൺ കളർ നമ്മൾ ബ്രൗൺ കട്ടായക്കണേ തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ ബ്ലാക്കിൽ തന്നെ കൊടുക്കുക. പിന്നെ സ്റ്റാർട്ടറിലോട്ട് പോണ വയർ നമ്മൾ ഇൻസുലേഷൻ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ സ്ലീവിൻ്റെ. അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് അത് പിന്നെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ വയർ ഓൾറെഡി കണക്ട് ചെയ്ത് അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഓൾട്ടർനേറ്ററിൻ്റെ വയറും അതിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ
ഔട്ട്പുട്ട് സെൻസറിൻ്റെ വയർ കറക്റ്റ് ചെയ്ത് അതിൻ്റെ സ്ലീവും ചെയ്ത് പിന്നെ ആ മെയിനായിട്ടുള്ള സ്ലീവ് പൊളിഞ്ഞേക്കണം കൂടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള വർക്ക് കഴിയും. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ഷൻസൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ഔട്ട്പുട്ട് സ്പീഡ് സെൻസറിൻ്റെ കണക്ഷനൊക്കെ കറക്റ്റ് ചെയ്തു, സ്ലീവ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ കണക്ഷൻസും എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ സ്ലീവ് ഇൻസുലേഷൻ പൊളിഞ്ഞു പോയതും അതും എല്ലാം നമ്മൾ റീഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള വർക്കെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തു. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പം നിലവിലെല്ലാം ഓക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ബാക്കി അവിടെ എയർ ഫിൽറ്ററും കാര്യങ്ങളും അഴിച്ചതൊക്കെ റീസെറ്റ് ചെയ്യാം. നമുക്ക് വാഹനം താത്തിയിട്ട് വാഹനത്തിൻ്റെ മേളിൽ നിന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇൻസുലേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് സ്പീഡ് സെൻസർ എന്ന് പറയുന്ന VSS സെൻസറിൻ്റെ സെൻസർ കംപ്ലയിൻ്റ് ആണോ എന്ന് നോക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു P0500 എന്ന് പറയുന്നൊരു കോഡുള്ളൊരു ഡയഗ്നോസിങ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ സെൻസർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മേളിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററൊക്കെ പിടിപ്പിച്ച് വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കുന്ന കണ്ടീഷനിലോട്ട് എത്തിക്കാം. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററൊക്കെ പിടിപ്പിച്ചു വാഹനത്തിൻ്റെ ഉള്ളിൽ വന്ന് നമ്മൾ വാഹനം സ്റ്റാർട്ടാക്കി നോക്കുകയാണ്. നമ്മളിപ്പോൾ വാഹനം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്ററിൻ്റെ പണിയില്ലാമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ ആ റേഞ്ച് നമ്മൾ മാനുവലിൽ ഇട്ടിട്ട് ചേഞ്ച് ചെയ്ത് നോക്കിയതാണ്. അതുപോലെ റിവേഴ്സ്, ന്യൂട്രൽ എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വീഴുന്നുണ്ട്. നേരത്തെ സെക്കൻഡൊന്നും കാണിക്കുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മൾ റണ്ണിങ്ങിലല്ല, വേറെ ജസ്റ്റ് മാനുവലിൽ അങ്ങോട്ട് തട്ടി നോക്കിയതാണ്. അപ്പോൾ ന്യൂട്രൽ, ഫസ്റ്റ്, റിവേഴ്സ് ഇതെല്ലാം പ്രോപ്പറായിട്ട് വീഴുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വാഹനം ഓടിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ വാഹനം ഓടിച്ച് നോക്കുന്നതാണ് ഈ കാണുന്നത്. നിങ്ങൾ മേളിൽ അതിൻ്റെ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടാവും. നമ്മളൊരു 20 കിലോമീറ്റർ റേഞ്ചൊക്കെ ആകുമ്പോഴേക്കും സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്ത പരിപാടി പക്കയാണ് നമുക്ക് പറയാം. അപ്പോൾ നമുക്കിനി വാഹനം ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം. ഇപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ സൈഡിൽ തന്നെ ഇട്ട് ഓടിച്ച് നോക്കണതാണ്. നമുക്ക് പറ്റുമെന്ന് നോക്കട്ടെ. ഒരു സെക്കൻഡ് ഗിയറെങ്കിലും വീഴ്ത്തുന്ന ചെക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോകുന്നുണ്ട്. ആ വീഡിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടി ലെങ്ത്തായി പോകും. അത് കാരണം ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഗിയർ സെക്കൻഡിലോട്ട് ഷിഫ്റ്റായി പോകുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വാഹനം ഓടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 13, 14, 15, 16 ഒക്കെ ആയപ്പോഴേക്കും സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് ഫസ്റ്റ് ഗിയറിലോട്ട് പിന്നെ സ്പീഡ് കുറഞ്ഞപ്പോഴേക്കും താത്തി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലോട്ടൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. റിവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ഡാറ്റയും കൂടി പരിശോധിച്ച് കാണിച്ചു തരാം. നമ്മൾ നോക്കിയ ആ ഔട്ട്പുട്ട് സ്പീഡ് സെൻസറിൻ്റെ വാല്യൂ എപ്പോൾ മാറുന്നുണ്ടോ ഇല്ല എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ നമ്മൾ വണ്ടി ഓടിക്കുന്നതനുസരിച്ചിട്ട് ഒരു 16, 17 ഒക്കെ ആകുമ്പോഴേക്കും സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പീഡ് കുറയുന്നതനുസരിച്ചിട്ട് ഫസ്റ്റ് ഗിയറിലോട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് സ്കാൻ ടൂൾ വെച്ച് കണക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റാസ് വരുന്നത് കാണിച്ചു തരാം. നമുക്ക് DTC ക്ലിയർ ചെയ്യണം. ഇപ്പോൾ രണ്ട് DTC ഹിസ്റ്ററിയിലോട്ട് പോയിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നും കൂടി സിസ്റ്റം സെലക്ട് ചെയ്തിട്ടില്ല. ഒന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ പഴയ DTC തന്നെയാണ്, ലിൻ ലോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ അതും അതുപോലെ ഔട്ട്പുട്ട് സ്പീഡ് സെൻസർ ഇതെല്ലാം ഹിസ്റ്ററിയിലാണ് നടക്കുന്നത്. നമുക്കിതെല്ലാം ക്ലിയർ ചെയ്ത് നോക്കാം. എന്നിട്ട് വീണ്ടും വരുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ബാറ്ററി വാണിങ്ങിലാകുമ്പോൾ ഇപ്പോൾ വരുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ DTC ഒന്ന് ക്ലിയർ ചെയ്ത് കളയാം. നമ്മുടെ DTC ക്ലിയർ ആയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡാറ്റ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇപ്പോൾ ഡ്രൈവ് മോഡിലാണ് കിടക്കുന്നത് വണ്ടി. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വെഹിക്കിൾ സ്പീഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതുപോലെ ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ റെവല്യൂഷനും ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ റെവല്യൂഷനും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ വാല്യൂ ഇൻപുട്ടിൻ്റെ അതേപോലെ ആയിരിക്കില്ല. നമ്മുടെ ഏത് ഗിയറാണോ സെലക്ട് ചെയ്യണത് ആ ഗിയർ അനുസരിച്ചിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന വാല്യൂ ആ സ്പീഡിനനുസരിച്ച് അവിടെ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയപ്പോഴേക്കും അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓടിക്കുന്നതനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് തന്നെ അവിടെ ഇൻപുട്ട് ഷാഫ്റ്റും ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെയും വാല്യൂ കാണിക്കുന്നുണ്ട്. ഗിയർ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. അത് നമ്മൾ വാഹനം ഓടുന്നതനുസരിച്ച് സെക്കൻഡ് ഗിയറിലോട്ട് വന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. 16 ആയപ്പോഴേക്കും സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റായി. അപ്പം നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് പരിപാടികളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് റെവല്യൂഷൻ്റെ ഡാറ്റ കിട്ടാത്തത് കൊണ്ടായിരുന്നു നമുക്ക് AMT പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ഷൻസൊക്കെ കറക്റ്റ് ചെയ്തു ആ സെൻസറിൻ്റെ. അപ്പോൾ അത് കാരണം നമ്മുടെ എല്ലാം ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളതും എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളതും എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും ഒരു തരത്തിൽ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിക് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.